വിചാരിച്ചു. നീ ഓരോ തോന്നിവാസം കാണിച്ചിട്ടല്ലോ ഞാൻ പൂട്ടിട്ടത്. ഞാൻ എന്ത് തോന്നിവാസം ഒന്നും കാണിച്ചില്ലേ. ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് ബാക്കിലോട്ട് മാറും. മാറ് മാറ്. എന്തടി എല്ലാം പോ. പ്രശ്നം എന്താണെന്ന് അറിയാൻ പാടില്ല. തേങ്ങാപ്പുരയാണോ? തേങ്ങാപ്പുര പൂട്ടിട്ട് ചത്തോന്ന് വിചാരിച്ചാ? നിന്നെ ഓരോ തോന്നിവാസം കാണിച്ചോണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തേലച്ചു. തോന്നിവാസോ? എന്നെ മെക്കിട്ട് കയറാൻ വന്നോണ്ടല്ലോ നല്ല ഇടിയാൻ വെച്ചടിക്കും. അതിനുശേഷം ഇവിടെ കിടന്ന് കരഞ്ഞ ഒരു കാര്യമില്ല. കേശു ഇവിടെ പറഞ്ഞ് മനസ്സിലാക്ക്. ലച്ചു ഞാൻ ആ പ്രശ്നം അവിടെ വിട്ടാണ്. ഇനി അത് പറഞ്ഞോണ്ട് എന്നെ മെക്കിട്ട് കയറാൻ വരല്ലേ. ബാഗ് ചവിട്ടിയാണല്ലോ. അമ്മായിനെ കയ്യിൽ കിട്ടും. തല്ലും മൊത്തം കൊണ്ടത് ഞാൻ പൂട്ടിട്ട് തന്നെ എന്നോടുള്ള ഷോ മൊത്തം കാണിച്ചത് അമ്മയല്ലേ? എന്താണ് സംഭവം? വലിയ കാര്യമുണ്ട്. കുംഫു കരാട്ടയൊക്കെ അറിയാവുന്ന ആളാണ്. നല്ല ആരോഗ്യമുണ്ട്. അടിച്ചു കേട്ടി തരും വെച്ച് കുംഫു എനിക്ക് തിരിച്ചല്ലണം. തിരിച്ച് തല്ലണം ഉള്ള തല്ലെല്ലാം കൂടെ വാരിക്കൂട്ടത് പോരെ? അതെ, നിങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളാണ്. എന്നെ ഇവിടെ നെഞ്ച ചതയ്ക്കണ പോലെ ചതച്ചിട്ട് നിങ്ങൾക്ക് ഒരു യാതൊരു സങ്കടവും ഇല്ലേ? പഞ്ച് ഡയലോഗ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയണമെന്ന് തോന്നിയില്ലേ? സങ്കടമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മായി കയറി തല്ലാൻ പറ്റൂ. ചേച്ചി എന്തിനു പറയണേ? അത് മാത്രമല്ല, നമ്മളെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് തല്ലാൻ പോയാലും അമ്മായി നമുക്കിട്ട് നന്നായിട്ട് തരും. കുഴപ്പമില്ല, എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് നല്ലോണം അറിയാം. അമ്മ പറഞ്ഞില്ലായിരുന്നു ഈ കാര്യം കുഴപ്പമുള്ളത് കളഞ്ഞിട്ട് വരണമെന്ന്? ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന് എന്തിനാണ് കാണിച്ചത്? മനസ്സിലായി. എനിക്കേ ആരുടെ സഹായവും വേണ്ട കേട്ടോ. കേശോട്ടോ, ചേച്ചിക്ക് സങ്കടമായിരുന്നു. സങ്കടമായി. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നീ അമ്മ ഒരു പോകുന്നു പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഇല്ല പറയൂലല്ലോ. പറയായിരുന്നാ കുടുംബമല്ലോ ഒഴിവാ. നീ വന്നേ രണ്ടും കൂടി ഇനി എങ്ങോട്ട് പോയാ എന്താ? ഇവിടെ ഇരിക്കണ എന്ത് ഇത് മുടി എങ്ങനെ? ഒന്നുമില്ല. മുഖം എന്ത് വല്ലാതിരിക്കണേ? ഒന്നുമില്ലെന്ന്. ഒന്നുമില്ലേ? ഇതാണ് പറ. എന്താണ് പറയടേ അങ്ങോട്ട്. ശ്രീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ലച്ചുവിൻ്റെ അടുത്ത് ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, പൂട്ടിയിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ ഇന്ന് ആ റൂമിൽ ഇരുന്നപ്പോൾ ലച്ചുത ഓടി വന്ന് എൻ്റെ കുറുക്കിലിട്ട് ഒറ്റ ഇടി. ഇത് പൊന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നെ വെക്കിട്ട് കയറണം എന്തിനാണെന്ന്. ലച്ചുവാ? അത് വീട് പോട്ട് സാരമില്ല. വീട്ടിൽ പോയിട്ട് സാരമില്ലെന്നാ? അത് ശരിയാവില്ലല്ലോ. അങ്ങനെ വിട്ടോളാൻ പറ്റില്ല. അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആര് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്? ഡേയ്, നീ അവളെ അനിയത്തിയൊന്നും അല്ല, നീ അവളെ അമ്മായിയാണ് അല്ലേ? ആണാ? ആണാ? ആണ്. അപ്പൊ പിന്നെ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? നീ അവളത് കൂട്ടി കൂട്ടി കൊണ്ടുവരും. അങ്ങനെയൊന്നുമില്ല. ചേച്ചി അവളെ വിളിച്ച് സംസാരിച്ച് നീ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസാരം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവള് കേട്ടാ? ഇല്ലല്ല. ശ്രീ എവിടെ പോണ്? ഇനി ഇത് പറഞ്ഞ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട ശ്രീ. പിന്നല്ലാതെ. അമ്മായി, അമ്മയുടെ അടുത്തൊരു കാര്യം പറയാം. പറ. അമ്മായിയെ കാണാൻ തുടങ്ങിയിട്ട് 6 മാസം തേച്ചായിട്ടില്ല. പക്ഷേ ലച്ചു ചേച്ചി ഞാൻ ജനിച്ചപ്പോ മുതലേ ആണെന്ന്. ലച്ചു ചേച്ചി അടുത്ത് വഴക്കിടാനോ ദേഷ്യപ്പെടാനോ പോയി കഴിഞ്ഞാൽ എന്റെ തനി സ്വഭാവം അറിയും. നോക്ക് ശ്രീ, പറയണ കേട്ടോ. ഞാൻ ഇതിലേക്ക് കൂടുതൽ പറയാൻ വന്നയാ. കുട്ടാൻ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും മതി. മക്കളെ, കുട്ടുമാമൻ പുറത്തോട്ടിരിക്കാം. മക്കള് പറഞ്ഞോ? വേണ്ട, ഇത്രയും മതി. അമ്മായി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വെറുതെ പറഞ്ഞായിരിക്കുമല്ലേ. ഈ വീട്ടിൽ ആരും അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല, പ്രത്യേകിച്ച് പിള്ളേര്. സമയത്ത് പഠിക്കാൻ പോകുന്ന താല്പര്യം ചെയ്യാൻ ചേച്ചി അതൊന്നും മിണ്ടാൻ പോലും പോയി. അപ്പോഴാണ് മരുന്ന്. ആഹാ, എത്തിയാ? വല്ല കഴിച്ചായിരുന്നോ? എന്താണ് ചുവന്നിരിക്കണോട്? അയ്യോ, ഇത് അതാ റൂമിൽ കിടന്നപ്പോഴേ പ്രാണി കടിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ മാന്തിയപ്പം ഇങ്ങനെ പാടായതാ. അല്ല, കണ്ടിട്ട് ഇത് കടിച്ച പാടുക തോന്നുന്നില്ല, ഇടിച്ച പാട് പോലെയാണ് തോന്നുന്നത്. ഇല്ല, ഞാൻ ഇവിടെ ഉറങ്ങിയപ്പോഴേ പറ്റിയതാണ്.
നീ കുഴിപ്പള്ളത്തുനിന്ന് എപ്പോഴാ വന്നേ? ഉച്ചക്ക്.